ഹലോ ഗായ്സ്, ഞങ്ങളൊരു തിരക്കിട്ടൊരു പാചകപ്പരയിലാട്ടോ. കാരണം ഞങ്ങളൊരു ട്രിപ്പ് പോണ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നാളെയാണ് പോണത്, രാവിലെ ഇറങ്ങും. പക്ഷേ ഉച്ചക്കലത്തെ ചോറ് ഞങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു പൊതിച്ചോറായിട്ട് അതിന് വേണ്ടിയുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ആണ്. അപ്പോൾ നാളെ രാവിലെ എണീറ്റ് വലിയ പാടെത്തിക്കണ്ടല്ലോ. നാളത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യം ചിക്കൻ കറി എടുക്കും. നമ്മൾ ചോറും മുട്ടപ്പവും ചമ്മന്തിയും അതേപോലെ ബീറ്റ്റൂട്ട് തോരനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. നന്നായി വഴറ്റിയെടുക്കുന്ന ബീറ്റ്റൂട്ട് തോരനാണെങ്കിൽ ആവശ്യത്തിലധികം നമുക്ക് ബീറ്റ്റൂട്ട് വേണ്ടി വരും. അപ്പോൾ അരിയാൻ നന്നായി ശരിയാവില്ല. അപ്പോൾ നമ്മൾ പുതിയ ചോപ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ബീറ്റ്റൂട്ടിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് ഇതിലിട്ടിട്ട് ഇതേപോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ടപ്പേ എന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ബീറ്റ്റൂട്ട് മാത്രമല്ല കേട്ടോ, എല്ലാ പച്ചക്കറികളും എന്ത് സാധനം വേണമെങ്കിലും ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പുറത്തെ 5 നാളികേരം ചെറിക്കൊണ്ടിരിക്കുകയാണ്. ബീറ്റ്റൂട്ടിലേക്കും വേണം, അതേപോലെ ചമ്മന്തി പിടിക്കാനും വേണം. കുറേ ഹരനാക്കിയപ്പോൾ എൻ്റെ കൈ കഴിച്ചപ്പോൾ എനിക്ക് ചേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ നിന്നിട്ടോ. അപ്പം അഞ്ചു ആണെങ്കിൽ ഞാൻ എന്തോ പറഞ്ഞൊരു കോമഡിക്ക് ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കോമഡിക്ക് ആകെ ഈ വീട്ടിൽ ചിരിക്കുക അവൾ മാത്രമാണ്. അതാണ് ഏറ്റവും വലിയൊരു ആശ്വാസം. ആ പണികൾ കഴിഞ്ഞപ്പോൾ വേറെ പണി ഉണ്ടായിരുന്നു. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴുകി വെച്ചു. പഞ്ചാണ് ഹോൾ അടിച്ചിടാൻ പോയിരിക്കുകയാണ്. ടേബിളൊക്കെ ഒന്ന് തുടയ്ക്കണം ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവൾ നേരെ കയറി. അപ്പോൾ അയിനുസന്നെ ആണെങ്കിൽ സോഫയിലേക്ക് ഇടുന്ന് ഉറങ്ങുന്നതിൻ്റെ വാശിയായിട്ട് അവിടെ അച്ഛനായിട്ട് കൂട്ടിയിരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ സോഫയിലേക്ക് ഇടുന്ന് ഉറങ്ങാനായിട്ട് ഒരു കൊതി തോന്നുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും മുകളിൽ കയറിയിട്ടാണ് ഉറങ്ങുക, റൂമിൽ പോയിട്ടാണ് ഇറങ്ങുക. അപ്പോൾ കുറച്ച് പാല് ബാക്കിയുണ്ടായിരുന്നു. അത് കുടിച്ചപ്പോഴാണ് നിഖിൽ ചേട്ടൻ കാലത്ത് അടിച്ചു വെച്ച ഷേക്ക് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഗ്ലാസ്സിൽ ഒഴിച്ചെടുത്ത് നേരെ ചേട്ടൻ കൊണ്ട് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ അതിനെക്കൂട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലിക്കൂട്ട് ഉറങ്ങാനുള്ള പ്ലാനിൽ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സീ യു.